ഇരുചക്ര വാഹനം കൈകാര്യം ചെയ്യുന്നവര് നിർബന്ധമായിട്ടും ഹെൽമെറ്റ് ധരിക്കണമെന്നുള്ളത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഹെൽമെറ്റുകളൊക്കെ പല രൂപത്തിലും, ഭാവത്തിലും, മോഡലിലും ഒക്കെ കിട്ടും. പക്ഷേ ഗുണനിലവാരം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലേ? ആവശ്യമായ ഗുണനിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ ധരിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കഴിഞ്ഞ ദിവസം കളക്ടർമാർക്ക് കത്തിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. വളരെ നല്ല കാര്യം തന്നെയാണ്. ഇനി നമ്മൾ ഹെൽമെറ്റിലേക്ക് വരാം. 2 ടൈപ്പ് ഹെൽമെറ്റാണ് നമ്മൾ പൊതുവെ കണ്ടുവരുന്നത്. ഫുൾ ഫേസ് ഹെൽമെറ്റും അതുപോലെ തന്നെ ഓപ്പൺ ഫേസ് ഹെൽമെറ്റും. ഇപ്പോൾ ഫുൾ ഫേസ് ഹെൽമെറ്റ് എടുക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ സംരക്ഷണം നൽകും. നമ്മുടെ തലയ്ക്ക് മാത്രമല്ല മുഖത്തിനും ഒരു എക്സ്ട്രാ ഒരു സംരക്ഷണമാണ് നൽകുന്നത്. ഇനി ഓപ്പൺ ഫേസ് ഹെൽമെറ്റ് ആണെങ്കിൽ കുറച്ച് കാറ്റും വെളിച്ചവും ഒക്കെ കിട്ടുമെങ്കിലും സുരക്ഷയുടെ കാര്യത്തിൽ ഇത്തിരി പുറകിലോട്ടാണ്. കാരണം നമ്മുടെ തലയുടെ ഫുള്ള് കവർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടെ ഫേസിനും ഇൻ കേസ് ഒരു അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ ഫേസിനും അതുപോലെ തന്നെ മൂക്കിനും താടിയലിനും ഒക്കെ പരിക്ക് പറ്റാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഈ ഹെൽമെറ്റുകളുടെ ഒരു വ്യത്യാസം. ഇനി ഗുണനിലവാരത്തിലേക്ക് വരികയാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഹെൽമെറ്റുകളുടെ ഡിസൈൻ മാത്രമല്ല, അതിന്റെ ആ ഒരു ഗുണനിലവാരവും വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ഉപയോഗിക്കുന്ന ആളുടെ തലയ്ക്ക് അത് എത്രത്തോളം പാകമാകുന്നുണ്ട്, അതിന്റെ നിർമ്മാണത്തിലെ അളവും കൃത്യതയൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇനി ഈ ആവശ്യമായ ഗുണനിലവാരമില്ലാത്ത ഹെൽമെറ്റുകൾ ഉണ്ടാക്കുകയും അത് വിൽക്കുകയും ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് ദിവസങ്ങൾക്ക് മുൻപാണ് കേന്ദ്ര ഉപഭോക്തൃ കാര്യ മന്ത്രാലയം കത്തിലൂടെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇനി ഇത്രയൊക്കെ നിയമങ്ങൾ വന്ന സ്ഥിതിക്ക് ഏതെങ്കിലും ഒരു ഹെൽമെറ്റ് വെച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് ഈ ചട്ടിത്തൊപ്പി പോലത്തെ ഹെൽമെറ്റുകൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ കാണും. അതായത് ആവശ്യമായ ഗുണനിലവാരമില്ലാത്ത ഹെൽമെറ്റ് ധരിക്കുന്നവർക്കെതിരെയും നടപടിയെടുക്കാൻ വേണ്ടിയിട്ട് മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിനോടും അതുപോലെ തന്നെ ട്രാഫിക് പോലീസിനും ഒക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗുണനിലവാരമുള്ള ഹെൽമെറ്റ് വേണം ധരിക്കാൻ വേണ്ടിയിട്ട്. ISI 4151/2015 സർട്ടിഫിക്കേഷനുള്ള BIS, ISI മുദ്രയുള്ള ഹെൽമെറ്റുകൾ വേണം ഇനി മസ്റ്റ് ആയിട്ടും ധരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാരും മറക്കണ്ട കേട്ടോ.